2024 ഇറങ്ങിയ ഒരു ആക്ഷൻ അഡ്വഞ്ചർ സയൻസ് ഫിക്ഷൻ സിനിമയാണ് Tackley Genesis X-Worlds Collide. ഒരിക്കൽ ഏലിയൻസിൽ നിന്നും അത്ഭുതകരമായ ഒരു ടെക്നോളജി മനുഷ്യന് കിട്ടി. അത് ശരിക്കും ഭൂമിയെ മുഴുവൻ നശിപ്പിക്കാൻ ശക്തിയുള്ള ഒരു ടെക്നോളജി ആയിരുന്നു. പക്ഷെ അത് തിരിച്ചറിയാതെ മനുഷ്യരതിനെ ആക്ടിവേറ്റ് ചെയ്തു. അനന്തരഫലമായിട്ട് ഭൂമിയിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകാൻ തുടങ്ങി. അങ്ങനെ കുറച്ചു പേര് ചേർന്ന് അതൊക്കെ ശരിയാക്കാൻ ശ്രമിക്കുന്നതും അതിനിടയിൽ സംഭവിക്കുന്ന സാഹസികതകളുമാണ് സിനിമയുടെ ഇതിവൃത്തം. 1992 തായ്ലൻഡിലെ ഡോൺഹായ് എന്ന ഗ്രാമത്തിൽ നിന്നുമാണ് കഥ തുടങ്ങുന്നത്. സിനിമയിലെ പ്രധാന കഥാപാത്രമായ സ്റ്റെല്ലയും അവളുടെ അച്ഛൻ ടോമും പിന്നെ അവളുടെ അമ്മ ആലീസും ഗ്രാമത്തിലെ ആചാരപരമായ ഒരു ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു. ഐതിഹ്യമനുസരിച്ച് ഈ ഗ്രാമത്തിൽ പണ്ട് സമൃദ്ധിയും സമ്പത്തും നൽകാൻ കഴിയുന്ന ഒരു മാന്ത്രിക ഗോളമുണ്ടായിരുന്നു. എന്നാൽ ഒരിക്കൽ ആ ഗോളത്തിനു വേണ്ടി കുറെ പേര് തമ്മിൽ ഫൈറ്റ് ചെയ്തു. അവസാനം ആ ഗോളം കഷ്ണങ്ങളായിട്ട് പൊട്ടിപ്പോയി. ഉടനെ ഗ്രാമത്തിൽ ഒരു രാക്ഷസ ദേവത പ്രത്യക്ഷപ്പെട്ടു. ഗോളത്തിനു വേണ്ടി ഫൈറ്റ് ചെയ്തവരെയൊക്കെ ആ രാക്ഷസി കൊന്നുകളഞ്ഞു. എന്നിട്ട് ഈ ഗ്രാമത്തിൽ ദാരിദ്ര്യത്തിന്റെ ഒരു ശാപം നൽകുകയും ചെയ്തു. അതിനുശേഷം പിന്നെ ഈ ഗ്രാമം ഇതുവരെ ഗതി പിടിച്ചിട്ടില്ല. ഈ ഗ്രാമത്തിന് പിന്നിലുള്ള കാട്ടിൽ ഇപ്പോഴും ആ രാക്ഷസി അലഞ്ഞു നടക്കുന്നുണ്ട്. ഇതാണ് ഈ ഗ്രാമത്തിലെ ഐതിഹ്യം. രാക്ഷസി ഒരിക്കൽ ആ ശാപം മാറ്റുമെന്ന പ്രത്യാശയോടെയാണ് ഗ്രാമവാസികൾ എല്ലാ വർഷവും ഈ ആചാരം നടത്തുന്നത്. മൃഗങ്ങളുടെ ഇറച്ചി കൊണ്ട് നിർമ്മിച്ച കുറെ പ്രതിമകളും കൊണ്ട് ഗ്രാമവാസികളെല്ലാം കൂടെ കാട്ടിന് സമീപമുള്ള ഒരു സ്ഥലത്ത് ചെന്ന് നിന്ന് കുറെ നേരം പ്രാർത്ഥിച്ചു. അതോടെ അവരുടെ ആചാരം തീർന്നു. പിന്നെ എല്ലാവരും തിരിച്ച് വീടുകളിൽ പോയി. എന്നാൽ എല്ലാവരും പോയ ശേഷവും ടെയ്ലർ എന്നൊരാൾ മാത്രം കാട്ടിന് സമീപം തന്നെ നിൽക്കുന്നത് സ്റ്റെല്ല ശ്രദ്ധിച്ചു. അന്ന് രാത്രി എന്തോ ശബ്ദം കേട്ട് സ്റ്റെല്ല ഉണർന്നു. നോക്കിയപ്പോൾ ടോം ആരും കാണാതെ എങ്ങോട്ടോ പോവുകയാണ്. കുറച്ചു കഴിഞ്ഞ് ടോം കാട്ടിലെത്തി. അവന്റെ ഒരു തോക്കും ഇരിപ്പുണ്ട്. കുറച്ചുള്ളിലേക്ക് പോയപ്പോൾ പ്രതിമകളിൽ വെച്ചിരുന്ന ഇറച്ചി കഷ്ണങ്ങളെല്ലാം പലയിടത്തായിട്ട് ചിതറിക്കിടക്കുന്നത് കണ്ടു. അവസാനം അവൻ രാക്ഷസിയുടെ മുന്നിൽ ചെന്ന് പെട്ടു. രാക്ഷസി ഇറച്ചി കഷ്ണങ്ങൾ പറക്കി തിന്നുകയായിരുന്നു. അവനെ കണ്ടതും അത് പെട്ടെന്ന് അപ്രത്യക്ഷമായി. അപ്പോഴാണ് സമീപത്തായിട്ട് മറ്റെന്തോ ശബ്ദം കേട്ടത്. നോക്കിയപ്പോൾ അത് സ്റ്റെല്ലയാണ്. അച്ഛൻ എന്തിനാണ് രാത്രി ഇങ്ങോട്ട് വന്നതെന്ന് സ്റ്റെല്ല ചോദിച്ചപ്പോൾ ഞാൻ ഐതിഹ്യത്തിലെ രാക്ഷസിയെയും ഗോളത്തിനെയും തേടി വന്നതാണെന്ന് ടോം പറഞ്ഞു. ശേഷം അവൻ സ്റ്റെല്ലയെയും കൊണ്ട് വീണ്ടും ഉള്ളിലേക്ക് നടന്നു. കുറച്ചു ദൂരം എത്തിയപ്പോൾ ഒരു പ്രകാശം കണ്ടു. അതിന്റെ അടുത്തോട്ട് പോകാമെന്ന് കരുതിയതും രാക്ഷസിയുടെ മുരൾച്ച കേട്ടു. ചുറ്റും നോക്കിയപ്പോൾ സമീപത്തൊരു ചെറിയ കുടിലുണ്ടായിരുന്നു. ടോം സ്റ്റെല്ലയെ കൊണ്ട് അതിനകത്തിരുത്തി. അവൾക്കൊരു റേഡിയോ കൊടുത്തു. എന്നിട്ട് എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ ഈ റേഡിയോയിലെ സ്വിച്ച് അമർത്തിയ ശേഷം 125 എന്ന കോഡ് പറയണമെന്ന് ടോം പറഞ്ഞു. പിന്നെ അവൻ ഒറ്റയ്ക്ക് വീണ്ടും പ്രകാശം കണ്ട സ്ഥലത്തിലേക്ക് പോയി. അവിടെ വളയങ്ങൾ കൊണ്ട് നിർമ്മിതമായി എന്തോ ഒരു ഡിവൈസ് പറന്നുയർന്നു നിൽക്കുന്നത് കാണാം. അതിൽ നിന്നുമാണ് പ്രകാശം വരുന്നത്. അവൻ ഒരു ബ്രേസ്ലെറ്റ് കയ്യിലിട്ടതും ആ ഡിവൈസ് താഴോട്ട് ഇറങ്ങി വരാൻ തുടങ്ങി. എന്നാൽ അതിനിടയിൽ വീണ്ടും അവിടെ രാക്ഷസി എത്തി. ഡിവൈസ് ആണെങ്കിൽ എന്തോ കാരണത്താൽ തിരിച്ച് മുകളിലേക്ക് പോയി. എന്നിട്ട് തീവ്രമായിട്ട് മിന്നിത്തിളങ്ങാൻ തുടങ്ങി. അത് കണ്ട് പേടിച്ച് രാക്ഷസി അവിടെ ഓടിപ്പോയി. പെട്ടെന്ന് ആകാശം വരെ മുട്ടുന്ന ഒരു ലൈറ്റ് ബീം കുറച്ച് സെക്കൻഡുകൾ നേരത്തേക്ക് ഡിവൈസിൽ നിന്നും വമിച്ചു. അത് ടെയ്ലറും അവന്റെ വീട്ടിൽ നിന്നും കണ്ടു. സ്റ്റെല്ലയും ആ പ്രകാശം കണ്ടിട്ട് ഓടി അതിന്റെ അടുത്തേക്ക് പോയി. പക്ഷെ അവിടെ ടോമിനെ കാണാനില്ല. ഉടനെ മഴ പെയ്യുന്നത് പോലെ മുകളിൽ നിന്നും ധാരാളം ശവശരീരങ്ങൾ വന്ന് വീഴാൻ തുടങ്ങി. അവള് വീണ്ടും ആ കുടിലിൽ ചെന്നിരുന്നു. എന്നിട്ട് ടോം പറഞ്ഞതുപോലെ അവള് റേഡിയോ വഴി കോഡ് പറഞ്ഞു. പക്ഷെ ആരും മറുപടി പറയുന്നില്ല. അപ്പോഴാണ് കുടിലിന്റെ മേൽക്കൂരയും തകർത്തുകൊണ്ട് ഒരു ശരീരം വന്ന് വീണത്. അപ്പോൾ പേടിച്ചു പോയ സ്റ്റെല്ല വേഗം അവിടെ നിറങ്ങി ഓടി. കാട്ടിന് പുറത്ത് കടക്കാറായതും അവളെ രക്ഷിക്കാൻ ടെയ്ലർ എത്തി. അടുത്ത ദിവസം രാവിലെ സ്റ്റെല്ല ഉറക്കമെണീറ്റപ്പോൾ ഇന്നലെ രാത്രി ടോം നിന്നെ കാട്ടിൽ ഉപേക്ഷിച്ചിട്ട് നാട് വിട്ടു പോയതാണെന്ന് ടെയ്ലർ പറഞ്ഞു. പക്ഷേ അച്ഛനെ രാക്ഷസി പിടിച്ചതായിരിക്കുമെന്നും മുകളിൽ നിന്നും ശവശരീരങ്ങൾ വന്ന് വീഴുന്നത് ഞാൻ കണ്ടുവെന്നുമൊക്കെ സ്റ്റെല്ല പറഞ്ഞു. എന്നാൽ അച്ഛൻ ഉപേക്ഷിച്ചു പോയതിന്റെ വിഷമത്തിൽ നീ അതെല്ലാം സ്വപ്നം കണ്ടതാണെന്നാണ് ടെയ്ലർ പറഞ്ഞത്. ആലീസും അങ്ങനെ തന്നെയാണ് പറയുന്നത്. എന്തായാലും അതിനുശേഷം അവൾ എല്ലാ ദിവസവും റേഡിയോ വഴി കോഡ് പറയുമായിരുന്നു. പക്ഷെ ഒരിക്കലും അവൾക്ക് മറുപടി കിട്ടിയിട്ടില്ല. 31 വർഷങ്ങൾക്ക് ശേഷമുള്ള രംഗമാണ് അടുത്തു കാണിക്കുന്നത്. സ്റ്റെല്ല ഇപ്പോൾ സ്പേസ് എക്സിബിഷനൊക്കെ നടത്തുന്ന ഒരു മ്യൂസിയത്തിന്റെ മാനേജറാണ്. നിർഭാഗ്യവശാൽ ഒരു ദിവസം അവളുടെ ബോസിന് പറ്റിയ ഒരു മിസ്റ്റേക്ക് കാരണം അവളെ ജോലിയിൽ നിന്നും പുറത്താക്കി. അന്ന് രാത്രി സ്റ്റെല്ല അവളുടെ മകൾ ഫിയോണയുമായിട്ട് ഒരു റെസ്റ്റോറന്റിൽ ഇരിക്കുകയായിരുന്നു. അതിനിടയിൽ അവൾക്കൊരു കോൾ വന്നു. ആലീസ്, അതായത് സ്റ്റെല്ലയുടെ അമ്മ, കുറച്ചു നേരത്തെ കുഴഞ്ഞു വീണുവെന്നും ഇപ്പോൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണെന്നും പറയാൻ അവളുടെ കസിൻ ഇത്തിയാണ് വിളിച്ചത്. അങ്ങനെ അടുത്ത ദിവസം തന്നെ അവള് ഫിയോണയെയും കൊണ്ട് ഡോൺഹായ് ഗ്രാമത്തിലെത്തി. ഗ്രാമം ഇപ്പോൾ വലിയൊരു ടൗൺ ആയി മാറിയിട്ടുണ്ട്. അവിടെ ആശുപത്രിയിൽ ചെന്ന് ആലീസിനെ കണ്ടു. നീ നിന്റെ അച്ഛനെ തേടി കണ്ടെത്തണമെന്ന് ആലീസ് സ്റ്റെല്ലയോട് പറഞ്ഞു. പക്ഷെ അമ്മ അത് വെറുതെ പറഞ്ഞതായിരിക്കുമെന്ന് കരുതി സ്റ്റെല്ല അത് കാര്യമാക്കിയില്ല.
ശേഷം ആലീസിനെ കാണാൻ ടൈലറും അവന്റെ മകൻ കോങ്ങും വന്നു. അവരെ കണ്ടതും സ്റ്റെല്ലയ്ക്ക് അത്ഭുതം തോന്നി. കാരണം ടൈലറിനും കോങ്ങിനും ശകലം പോലും പ്രായം കൂടിയതായിട്ട് തോന്നില്ല. 31 വർഷങ്ങൾക്ക് മുൻപ് കണ്ട അതേപോലെ തന്നെയാണ് ഇപ്പോഴും അവരെ കാണാൻ. ശേഷം അന്ന് സ്റ്റെല്ല ആലീസിന്റെ വീട്ടിൽ പോയപ്പോൾ പണ്ട് അച്ഛൻ കൊടുത്ത റേഡിയോ ഇരിക്കുന്നത് കണ്ടു. അവള് വെറുതെ അതെടുത്തു വെച്ച് കോഡ് പറഞ്ഞു നോക്കി. പ്രതീക്ഷിച്ചതുപോലെ ഒരു പ്രതികരണവുമില്ല. എന്നാൽ രാത്രിയായതും റേഡിയോയിലൂടെ ആരോ സംസാരിക്കുന്നത് കേട്ടു. അവള് പെട്ടെന്ന് എണീറ്റ് ചെന്ന് അത് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അത് ടോം ആയിരുന്നു. എന്നെ കണ്ടെത്തണമെങ്കിൽ നീ ഒരു സ്ഥലത്തിൽ പോകണമെന്ന് പറഞ്ഞിട്ട് അവൻ ചില കോർഡിനേറ്റ്സ് പറഞ്ഞു കൊടുത്തു. അവൾ ആ കോർഡിനേറ്റ്സ് ഒക്കെ എഴുതിയെടുക്കാൻ നോക്കി. പക്ഷേ പറ്റിയില്ല. അതിനു മുന്നേ കണക്ഷൻ കട്ടായി പോയി. അടുത്ത ദിവസം അവൾ ഈ കാര്യം ആലീസിന്റെ അടുത്ത് ചെന്ന് ചോദിച്ചു. അപ്പോഴാണ് ആലീസ് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തത്. സംഭവം കോളേജിൽ പഠിക്കാൻ വേണ്ടി സ്റ്റെല്ല പണ്ട് ഗ്രാമത്തിൽ നിന്ന് പോയ അടുത്ത വർഷം മുതൽ ടോം ഇതുപോലെ റേഡിയോ വഴി കോണ്ടാക്ട് ചെയ്യാൻ തുടങ്ങിയതാണ്. ഇതിനോടകം വെച്ച് അവൻ എല്ലാ കാര്യങ്ങളും ആലീസിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അന്ന് കാട്ടിൽ കണ്ട ഡിവൈസ് അവനെ പ്രപഞ്ചത്തിന്റെ മറ്റേതോ കോണിലേക്ക് ടെലിപോർട്ട് ചെയ്തു. അവൻ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് 1 മിനിറ്റ് കഴിയുമ്പോൾ ഇവിടെ ഭൂമിയിൽ 1 വർഷം കഴിയും. ഇവിടെ ഇപ്പോൾ 31 വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും ടോമിന് ആകെ അരമണിക്കൂറേ കഴിഞ്ഞിട്ടുണ്ടാകൂ. കാട്ടിൽ കണ്ട ഡിവൈസാണ് ശരിക്കും ഐതിഹ്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഗോളം. ടൈലറിന്റെ കയ്യിൽ ഒരു ബ്രേസ്ലെറ്റ് ഉണ്ട്. അതുപയോഗിച്ച് കാട്ടിൽ കണ്ട ഡിവൈസിനെ കൈക്കലാക്കണം. എന്നിട്ട് ആ ഡിവൈസും കൊണ്ട് ഡോൺഹായിക്ക് സമീപമുള്ള ഒരു മിലിറ്ററി ബേസിലേക്ക് പോകണം. ആ ബേസിന്റെ ബേസ്മെന്റിൽ ടാക്ലി ജനസിസ് എന്നൊരു യന്ത്രമുണ്ട്. ആ യന്ത്രത്തിൽ ടോം പറഞ്ഞ കോർഡിനേറ്റ്സ് ടൈപ്പ് ചെയ്താൽ ടോമിനെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. ഇതൊക്കെ കേട്ടപ്പോൾ പണ്ട് കാട്ടിൽ വെച്ച് താൻ കണ്ടതൊക്കെ സത്യം തന്നെ ആയിരുന്നുവെന്ന് സ്റ്റെല്ലയ്ക്ക് മനസ്സിലായി. ശേഷം അവള് ടൈലറിന്റെ വീട്ടിൽ പോയി. ഫിയോണയെയും മിത്തിയെയും കൊണ്ടാണ് പോയത്. അവിടെ കോങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നീ നിന്റെ അച്ഛന്റെ ബ്രേസ്ലെറ്റ് അടിച്ചു മാറ്റാൻ നീ ഞങ്ങളെ സഹായിക്കുമോ എന്ന് സ്റ്റെല്ല കോങ്ങിനോട് ചോദിച്ചു. പക്ഷേ ടൈലർ ആ ബ്രേസ്ലെറ്റ് ആർക്കും കൊടുക്കാറില്ല. കോങ്ങിനെ പോലും അത് തൊടാൻ ഇതുവരെ സമ്മതിച്ചിട്ടില്ല. അതിനാൽ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റില്ലെന്ന് കോങ് പറഞ്ഞു. എന്നാൽ ഈ കാട്ടിലും ഗ്രാമത്തിലും പല നിഗൂഢതകളും മറഞ്ഞു കിടപ്പുണ്ട്. കാട്ടിലെ രാക്ഷസിയും എന്റെ അച്ഛനെ കാണാതായതും അന്ന് മുകളിൽ നിന്നും വന്നു വീണ ശവശരീരങ്ങളും ഇപ്പോ അമ്മ പറഞ്ഞ കാര്യങ്ങളും അങ്ങനെ എല്ലാം തന്നെ നിഗൂഢതകളാണ്. അതുപോലെ ഇത്രയും കാലമായിട്ടും നിനക്കും നിന്റെ അച്ഛനും ഒട്ടും പ്രായമാകാത്തതും മറ്റൊരു വലിയ നിഗൂഢതയാണ്. ഈ നിഗൂഢതകളുടെയൊക്കെ രഹസ്യം എന്താണെന്ന് തിരിച്ചറിയാനുള്ള ഏക മാർഗമാണ് ആ ബ്രേസ്ലെറ്റ്. അതിനാൽ നീ അതെങ്ങനെയെങ്കിലും എടുത്തു തന്നേ പറ്റൂ എന്ന് സ്റ്റെല്ല പറഞ്ഞു. അത് കേട്ടപ്പോൾ ആ നിഗൂഢതകൾക്ക് പിന്നിലെ രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ കോങ്ങിനും ആഗ്രഹം തോന്നി. അങ്ങനെ ഞാൻ സഹായിക്കാമെന്ന് കോങ് പറഞ്ഞു. അന്ന് രാത്രി ടൈലർ ഉറങ്ങിക്കിടന്ന സമയം കോങ് ചെന്ന് ബ്രേസ്ലെറ്റും അതിനടുത്തിരുന്ന തോക്കും മോഷ്ടിച്ചു. ശേഷം അവനും സ്റ്റെല്ലയും മിത്തിയും കൂടെ കാട്ടിൽ കയറിപ്പോയി. ഫിയോണയെ കാട്ടിന് സമീപം സ്റ്റെല്ലയുടെ കാറിലിരുത്തിയിട്ടാണ് പോയത്. കുറെ ദൂരം പോയപ്പോൾ പണ്ട് കണ്ട ഡിവൈസ് അതേ സ്ഥലത്ത് തന്നെ പറന്നു നിൽക്കുന്നത് കണ്ടു. സ്റ്റെല്ല ബ്രേസ്ലെറ്റ് എടുത്ത് കയ്യിലിട്ടതും ആ ഡിവൈസ് ഒരു ഗോളമായി മാറി. എന്നിട്ടത് താഴെ ഇറങ്ങി വന്നു. അപ്പോഴാണ് അവിടെ ഒരു സ്ത്രീ എത്തിയത്. എന്തോ മാന്ത്രിക ശക്തിയിൽ ആ സ്ത്രീയുടെ ശരീരം മുഴുവൻ തിളങ്ങുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ സ്ത്രീയാണ് ഐതിഹ്യത്തിലെ രാക്ഷസി. അവള് രാക്ഷസ രൂപത്തിലേക്ക് മാറാൻ തുടങ്ങി. അതിനിടയിൽ ഡിവൈസ് സ്റ്റെല്ലയുടെ കയ്യിൽ വന്ന് ലാൻഡ് ചെയ്തു. അപ്പോൾ കാട്ടിലുള്ള വലിയൊരു ഷീൽഡ് അപ്രത്യക്ഷമാകുന്നത് നമുക്ക് കാണാം. പിന്നെ നോക്കുമ്പോൾ രാക്ഷസിയെ കണ്ടില്ല. 3 പേരും വേഗം കാറിനെ ലക്ഷ്യമിട്ട് ഓടി. ഇടയ്ക്ക് വെച്ച് രാക്ഷസി അവരെ പിടിക്കാൻ വന്നു. അവള് രാക്ഷസ രൂപത്തിലായി മാറിയിരിക്കുകയാണ്. ഉടനെ കോങ് അവന്റെയിലുള്ള തോക്കെടുത്ത് അതിനെ വെടിവെച്ച് വീഴ്ത്തി. പക്ഷേ വെടിവെച്ചതും കോങ്ങിന് എന്തോ ഫ്ലാഷ് ബാക്കുകൾ മനസ്സിൽ കാണാൻ പറ്റി. ഏതോ സ്കൂളിൽ വെടിവെപ്പ് നടക്കുന്നതായിട്ടാണ് അവൻ കണ്ടത്. ആ ഫ്ലാഷ് ബാക്സ് കാരണം അവൻ ബോധം കെട്ട് വീണു. പിന്നെ അവനെയും എടുത്തോണ്ട് മറ്റു 2 പേരും കൂടെ കാറിലേക്ക് ഓടിക്കേറി. മോൺസ്റ്ററും പിന്നാലെ ഉണ്ടായിരുന്നു. പക്ഷേ മോൺസ്റ്ററിന് അവരെ പിടിക്കാൻ പറ്റിയില്ല. അങ്ങനെ അവരവിടുന്ന് രക്ഷപ്പെട്ടു. അവര് പോയതിന് പിന്നാലെ അവിടെ ടൈലർ വരുന്നത് അവര് ശ്രദ്ധിച്ചു. ശേഷം സ്റ്റെല്ലയും കൂട്ടരും ആലീസ് പറഞ്ഞ മിലിറ്ററി ബേസിലെത്തി. അവിടെ ബേസ്മെന്റിൽ വലിയൊരു മെഷീൻ ഇരിക്കുന്നത് കണ്ടു. ഇതായിരിക്കും ടാക്ലി ജനസിസ് എന്ന് അവർ ഊഹിച്ചു. സ്റ്റെല്ല ബ്രേസ്ലെറ്റ് എടുത്ത് മെഷീന്റെ മുന്നിലുള്ള കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്തു. അപ്പോ ആ മെഷീൻ ആക്ടിവേറ്റ് ആയി. ഉടനെ ടോം കമ്പ്യൂട്ടറിലെ ഒരു ഹോളോഗ്രാം വഴി അവളോട് സംസാരിച്ചു. ടോം എല്ലാ കാര്യങ്ങളും അവൾക്ക് പറഞ്ഞു കൊടുത്തു. സംഭവം 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ പുരാവസ്തു ഗവേഷകരായ ചില ശാസ്ത്രജ്ഞർക്ക് എന്തോ ഒരു മെഷീൻ കിട്ടി. പിന്നീടുള്ള പഠനങ്ങളിൽ നിന്നും അത് നമ്മളെക്കാൾ ഒരുപാട് പുരോഗമിച്ച ഏതോ ഏലിയൻസിന്റെ മെഷീനാണെന്ന് മനസ്സിലായി. കാരണം അതിന് സ്പേസ് ടൈമിനെ മൊത്തത്തിൽ വളച്ചൊടിക്കാൻ സാധിക്കും. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ പാസ്റ്റിലോട്ടും ഫ്യൂച്ചറിലോട്ടും ടൈം ട്രാവൽ ചെയ്യാൻ പറ്റും. അതിനു പുറമെ ഇതിലൂടെ ഞൊടിയിടയിൽ പ്രപഞ്ചത്തിൽ എവിടെ വേണമെങ്കിലും ടെലിപോർട്ട് ചെയ്യാനും സാധിക്കും. അതിനാൽ ഈ മെഷീൻ പ്രവർത്തിപ്പിക്കാൻ പറ്റിയാൽ ടോമിനെ വീണ്ടും ടെലിപോർട്ട് ചെയ്ത് ഭൂമിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും. ഈ മെഷീൻ പ്രവർത്തിപ്പിക്കണമെങ്കിൽ ബ്രേസ്ലെറ്റ് പോലത്തെ ഒരു ഡിവൈസും പിന്നെ നേരത്തെ കാട്ടിൽ നിന്ന് കിട്ടിയ ഗോളാകൃതിയിലുള്ള ഡിവൈസും ആവശ്യമാണ്. അത് രണ്ടും ഇപ്പോൾ ഇവരുടെയിലുണ്ട്. പക്ഷെ പ്രശ്നം എന്താണെന്നാൽ ഈ ഗോളാകൃതിയിലുള്ള ഡിവൈസ് പൂർണ്ണമല്ല.
പണ്ടൊരു പരീക്ഷണത്തിനിടയിൽ സംഭവിച്ച ആക്സിഡന്റ് കാരണം ഈ ബ്രേസ്ലെറ്റും ഗോളവും മിസ്സിംഗ് ആയിപ്പോയി. അതിനു പുറമെ ഗോളത്തിലുള്ള 2 റിങ്ങുകളും മിസ്സായി പോയി. ഈ ബ്രേസ്ലെറ്റും ഗോളവും റിങ്സും ഒക്കെ കണ്ടെത്താൻ ഗവൺമെന്റ് നിയോഗിച്ച ഒരു രഹസ്യ ഏജന്റാണ് ടോം. അങ്ങനെയാണ് അവൻ ഡോൺഹായ് ഗ്രാമത്തിലെത്തിയത്. നഷ്ടപ്പെട്ടു പോയ ബ്രേസ്ലെറ്റിന് പകരമായിട്ട് ശാസ്ത്രജ്ഞര് മറ്റൊരു ബ്രേസ്ലെറ്റ് നിർമ്മിച്ചിരുന്നു. അത് അവര് ടോമിന് നൽകുകയും ചെയ്തു. അതുപയോഗിച്ചാണ് അന്നവൻ കാട്ടിൽ കയറി ഗോളത്തിനെ എടുക്കാൻ നോക്കിയത്. പക്ഷെ നിർഭാഗ്യവശാൽ ആ പുതിയ ബ്രേസ്ലെറ്റ് കൃത്യമായിട്ട് പ്രവർത്തിച്ചില്ല. അങ്ങനെയാണ് ആ ഗോളം അവനെ ടെലിപോർട്ട് ചെയ്തത്. ഏതോ ഏലിയൻസിന്റെ ഉപേക്ഷിക്കപ്പെട്ട ഒരു സ്പേസ്ഷിപ്പിലേക്കാണ് അവൻ ടെലിപോർട്ട് ആയത്. ഒരു ബ്ലാക്ക് ഹോളിന് സമീപമാണ് ഈ സ്പേസ്ഷിപ്പ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ടോമിന്റെ സമയം വളരെ വളരെ പതിയെ ചലിക്കുന്നത്. ഇനി ആകെ 1 മണിക്കൂർ നേരം കൂടെ പ്രവർത്തിക്കാനുള്ള ഓക്സിജൻ മാത്രമേ ഷിപ്പിൽ ബാക്കിയുള്ളൂ. അതിനു മുന്നേ മെഷീൻ പ്രവർത്തിപ്പിച്ച് അവനെ ഇങ്ങോട്ട് ടെലിപോർട്ട് ചെയ്യണം. പക്ഷെ ആ ഗോളം പൂർണ്ണമാകാതെ ടെലിപോർട്ടേഷൻ വർക്ക് ആവുകയുമില്ല. അതിന്റെ മിസ്സിംഗ് ആയതിൽ ഒരു റിങ് 200 വർഷങ്ങൾ ഭാവിയിലാണുള്ളത്. മറ്റേതാണെങ്കിൽ 5000 വർഷങ്ങൾ പാസ്റ്റിലും. അത് രണ്ടും എടുത്താൽ ഈ ഗോളം പൂർത്തിയാകും. ബ്രേസ്ലെറ്റ് ഉള്ളതിനാൽ ഇവർക്ക് ടൈം ട്രാവൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ ടൈം ട്രാവൽ ചെയ്ത ആ റിങ്ങുകൾ ചെന്നെടുക്കാൻ ടോം പറഞ്ഞു. ഒപ്പം ഈ ഡിവൈസുകൾ ഉപയോഗിക്കേണ്ട രീതികളും ടോം പറഞ്ഞു കൊടുത്തു. അങ്ങനെ അവർ ആദ്യം 5000 വർഷങ്ങൾ പുറകിലോട്ട് പോയി. കുറച്ചകലെ ഒരു റിങ് പറന്നുയർന്നു നിൽക്കുന്നത് കണ്ടു. അതിന് കീഴിൽ കുറെ കൂടാരങ്ങളും കാണാം. അതിനിടയിൽ കുറെ സോംബികൾ അവരെ കടിക്കാൻ വന്നു. അവരുടനെ കൂടാരങ്ങൾ കണ്ട സ്ഥലത്തേക്ക് ഓടി. ഇത്തിയാണ് ആദ്യം അവിടെ എത്തിയത്. പക്ഷേ കൂടാരങ്ങൾക്ക് ചുറ്റും എന്തോ ഒരു ഷീൽഡ് ഉണ്ട്. അത് കാരണം അവൻ അകത്ത് കയറാൻ പറ്റുന്നില്ല. എന്നാൽ സ്റ്റെല്ല അടുത്തെത്തിയതും ഷീൽഡ് കടന്ന് അകത്ത് കയറാൻ പറ്റി. അങ്ങനെ അവര് ജസ്റ്റ് മിസ്സിനെ രക്ഷപ്പെട്ടു. കൂടാരങ്ങളിൽ കുറെ പുരാതന മനുഷ്യരെ ജീവിക്കുന്നുണ്ടായിരുന്നു. സ്റ്റെല്ലയും കൂട്ടരും അകത്ത് കയറി വരുന്നത് കണ്ടപ്പോൾ അവര് ദൈവങ്ങളാണെന്നാണ് പുരാതന മനുഷ്യരെ കരുതിയത്. സംഭവം ആർക്കും അകത്ത് കയറാൻ പറ്റാത്തതുപോലെ ഷീൽഡ് കടന്ന് അകത്തുള്ളവർക്ക് പുറത്തു പോകാനും കഴിയില്ല. അങ്ങനെ ഈ മനുഷ്യരെല്ലാം പുറത്തിറങ്ങാൻ കഴിയാതെ ഷീൽഡിനകത്ത് ട്രാപ്പായി പോയതാണ്. ഈ പറന്നുയർന്നു നിൽക്കുന്ന റിങ് കാരണമാണ് അതിനു ചുറ്റും ഷീൽഡ് ഉണ്ടായത്. സ്റ്റെല്ലയുടെ പക്കൽ ബ്രേസ്ലെറ്റ് ഉള്ളതുകൊണ്ടാണ് അവൾക്കും അവളുടെ തൊട്ടടുത്ത് നിന്നവർക്കും ഷീൽഡ് കടന്ന് അകത്ത് കയറാൻ പറ്റിയത്. റിങ് എടുത്തു കഴിഞ്ഞാൽ സോംബികളെല്ലാം അകത്ത് കയറും. പിന്നെ ഈ മനുഷ്യരെല്ലാം കൊല്ലപ്പെടും. അതുകൊണ്ട് റിങ് എടുക്കാൻ സ്റ്റെല്ലയ്ക്ക് മനസ്സ് വന്നില്ല. എന്നാൽ ഈ കാണുന്ന പുരാതന മനുഷ്യര് ശരിക്കും പുരാതന കാലത്തിൽ തന്നെ വംശനാശം സംഭവിച്ചു പോയ ഒരു സിവിലൈസേഷനാണ്. വിചിത്രമായ എന്തോ ഒരു അസുഖം ബാധിച്ചത് കാരണമാണ് ഈ സിവിലൈസേഷൻ നശിച്ചതെന്ന് പണ്ട് സ്റ്റെല്ലയും കൂട്ടരും ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സോംബി വൈറസ് ആണ് അതിന് പിന്നിലെ കാരണമെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ പിന്നെ ഇവരെല്ലാം കൊല്ലപ്പെടുമെന്നോർത്ത് നമ്മൾ സങ്കടപ്പെടേണ്ട കാര്യമില്ലെന്ന് ഇത്തി പറഞ്ഞു. ഇവരിവിടെ സംസാരിക്കുന്നതിനിടയിൽ ഫിയോണ മോർഡിൻ എന്നൊരു കുട്ടിയുമായിട്ട് കൂട്ടായി. ശേഷം കൂടുതൽ സമയം കളയാതെ കോങ് ബ്രേസ്ലെറ്റും ഗോളവും കൊണ്ട് റിങ്ങിന്റെ പക്കൽ പോയി. ഉടനെ റിങ് താഴെ ഇറങ്ങി വന്ന് ഗോളവുമായിട്ട് യോജിച്ചു. അപ്പോൾ ഷീൽഡ് അപ്രത്യക്ഷമായി. അതിനാൽ സോംബികളെല്ലാം അകത്ത് കയറി വന്ന് ആക്രമിക്കാൻ തുടങ്ങി. സ്റ്റെല്ല ഫിയോണയെ തിരയുന്നതിനിടയിൽ ഒരു സോംബി അവളെ ആക്രമിക്കാൻ നോക്കി. ഭാഗ്യത്തിന് മോർഡിന്റെ അമ്മ വന്ന് സ്റ്റെല്ലയെ രക്ഷിച്ചു. ഇനി എന്തായാലും ഇവിടെ നിന്നാൽ നമ്മളും ചത്തുപോകുമെന്ന് ഇത്തിക്ക് തോന്നി. അതിനാൽ എത്രയും പെട്ടെന്ന് ടൈം ട്രാവൽ ചെയ്ത് ഇവിടുന്ന് രക്ഷപ്പെടാമെന്ന് ഇത്തി പറഞ്ഞു. പക്ഷേ ഡിവൈസിനടുത്ത് ആരും ഉണ്ടായിരിക്കാൻ പാടില്ല. ഉണ്ടെങ്കിൽ അവരും കൂടെ ടൈം ട്രാവൽ ആകും. അതുകൊണ്ട് ഇത്തിയും കോങ്ങും കൂടെ ആദ്യമേ കുറച്ചകലെ ചെന്ന് നിന്നു. സെക്കൻഡുകൾക്കുള്ളിൽ ഫിയോണയും കൊണ്ട് സ്റ്റെല്ലയും ഓടിയെത്തി. ഉടനെ കോങ് ഡിവൈസ് ആക്ടിവേറ്റ് ചെയ്തു. പക്ഷെ അപ്പോഴാണ് താൻ കൊണ്ടുവന്നത് മോർഡിനെയാണെന്നും ഫിയോണ മോർഡിന്റെ അമ്മയുടെ കൂടെയാണെന്നും സ്റ്റെല്ല തിരിച്ചറിഞ്ഞത്. നിർഭാഗ്യവശാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതിന് മുന്നേ അവര് ടൈം ട്രാവൽ ചെയ്ത് തിരിച്ച് ബേസിലെത്തി. നമുക്ക് തിരിച്ചു ചെന്ന് ഫിയോണയെ രക്ഷിക്കാമെന്ന് സ്റ്റെല്ല പറഞ്ഞു. പക്ഷേ ഗോളം പൂർത്തിയാക്കുന്നതിന് മുന്നേ മറ്റ് സ്ഥലങ്ങളിലോട്ട് ടൈം ട്രാവൽ ചെയ്യാൻ പാടില്ലെന്ന് നേരത്തെ ടോം പറഞ്ഞിരുന്നു. അതിനാൽ ആദ്യം നമുക്ക് ചെന്ന് 2ാമത്തെ റിങ് എടുക്കാമെന്ന് കോങ്ങും ഇത്തിയും പറഞ്ഞു. ഇവിടെ മോർഡിന്റെ അമ്മ ഫിയോണയെയും കൊണ്ട് ഒരിടത്ത് ഒളിച്ചിരിക്കുകയായിരുന്നു. സ്റ്റെല്ലയും കൂട്ടരും വീണ്ടും ടൈം ട്രാവൽ ചെയ്യാൻ റെഡിയായതും അവിടെ ടെയിലർ എത്തി. മര്യാദയ്ക്ക് ആ ബ്രേസ്ലെറ്റും ഗോളവും തന്നില്ലെങ്കിൽ നിന്നെയൊക്കെ കൊല്ലുമെന്ന് പറഞ്ഞ് അയാള് ഒരു തോക്കെടുത്ത് ഭീഷണിപ്പെടുത്തി. അതുപോലെ ഇവര് പാസ്റ്റിലേക്ക് പോയ സമയം ഇവിടെ ഭൂമിയിൽ 10 വർഷങ്ങൾ കഴിഞ്ഞുവെന്നും ടെയിലർ പറഞ്ഞു. സ്റ്റെല്ലർക്കും കൂട്ടർക്കും അത് വിശ്വസിക്കാൻ പറ്റിയില്ല. അപ്പോൾ അതിന്റെ തെളിവ് കാണിച്ചു കൊടുക്കാൻ ടെയിലർ എല്ലാവരെയും കൊണ്ട് പുറത്തുപോയി. നോക്കിയപ്പോൾ ഡോൺഹായ് സിറ്റി മൊത്തം നശിച്ചു കിടക്കുകയാണ്. സിറ്റിയുടെ മധ്യത്തിൽ ഒരു വലിയ സ്കെലറ്റൻ കാണാം. സംഭവം ഗോളത്തിന്റെ ശക്തി കാരണം പണ്ട് കാട്ടിന് ചുറ്റും ഷീൽഡ് ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് ഇവരെ കാട്ടിൽ നിന്ന് ഗോളം എടുത്തപ്പോൾ ആ ഷീൽഡ് അപ്രത്യക്ഷമായി. അത് കാരണം രാക്ഷസി കാട്ടിൽ നിന്ന് പുറത്തിറങ്ങി. അതിനു പുറമെ രാക്ഷസി ഭീകരമായ ഒരു ജീവിയായിട്ട് മാറുകയും ചെയ്തു. അങ്ങനെയാണ് ഈ പട്ടണം മുഴുവൻ രാക്ഷസി നശിപ്പിച്ചത്. അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് മുന്നേ ആ ഗോളവും ബ്രേസ്ലെറ്റും തിരിച്ചു തരാൻ ടെയിലർ ആവശ്യപ്പെട്ടു. ഞാൻ എന്റെ മകളെ രക്ഷിച്ച ശേഷം തിരിച്ചു തരാമെന്നും ഇതെല്ലാം ഞാൻ ശരിയാക്കുമെന്നും സ്റ്റെല്ല പറഞ്ഞു. എന്നിട്ടും ടെയിലർ സമ്മതിച്ചില്ല.
അപ്പോൾ കോങ് പെട്ടെന്ന് ടൈലറിന്റെ തോക്ക് ചാടി പിടിച്ചു. എന്നിട്ട് മറ്റുള്ളവരോട് ടൈം ട്രാവൽ ചെയ്ത് പോകാൻ പറഞ്ഞു. അങ്ങനെ സ്റ്റെല്ല ഗോളം ആക്ടിവേറ്റ് ചെയ്തു. ഉടനെ വെടിപൊട്ടുന്ന ശബ്ദം കേട്ടു. ആർക്കാണ് വെടികൊണ്ടതെന്ന് മനസ്സിലാകുന്നതിന് മുന്നേ അവര് ടൈം ട്രാവൽ ചെയ്ത് ഭാവിയിലെത്തി. അതായത് 2224 അവിടെ ഒരു വലിയ ഗ്യാങ് തോക്കുകളുമായിട്ട് നിൽപ്പുണ്ടായിരുന്നു. സ്റ്റെല്ലയെയും ഇത്തിയെയും അവര് കൊണ്ടൊരിടത്ത് കെട്ടിയിട്ടു. ഈ ഗോളവും ബ്രേസ്ലെറ്റും ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞു തന്നാൽ നിങ്ങളെ വെറുതെ വിടാമെന്നാണ് ഗ്യാങ് ലീഡർ പറയുന്നത്. പക്ഷെ അത് പറഞ്ഞു കൊടുക്കാൻ രണ്ടുപേരും തയ്യാറായില്ല. അപ്പോൾ ഇവിടെ എന്താണ് നടന്നതെന്ന് ഗ്യാങ് മെമ്പേഴ്സ് പറഞ്ഞു കൊടുത്തു. സംഭവം ഇവരിപ്പോ നിൽക്കുന്നത് പണ്ടത്തെ ഡോൺഹായി സിറ്റിയിൽ തന്നെയാണ്. 200 വർഷങ്ങൾക്ക് മുന്നേ ഈ സിറ്റിയെ ഒരു വലിയ മോൺസ്റ്റർ ആക്രമിച്ചു. അത് ശരിക്കും പണ്ട് കാട്ടിലെന്നിറങ്ങിയ രാക്ഷസിയായിരുന്നു. ആ മോൺസ്റ്റർ ഈ സിറ്റിയെ മൊത്തം നശിപ്പിച്ചു കളഞ്ഞു. അവസാനം അയൽ രാജ്യങ്ങളുടെ സഹായത്തോടെ ആ മോൺസ്റ്ററിനെ കൊന്നു. അതിന്റെ സ്കെലറ്റനാണ് നേരത്തെ കണ്ടത്. പിന്നെ കാലക്രമേണ ഗവൺമെന്റ് ഈ സിറ്റിയെ പുനർനിർമ്മിച്ചു. കുറച്ചു കാലം കൊണ്ട് തന്നെ ഇത് വളരെ സമ്പന്നമായ സിറ്റിയായി മാറി. എന്നാൽ ആ സമ്പത്ത് കണ്ട് മറ്റ് രാജ്യങ്ങൾ വന്ന് സിറ്റിയുടെ മൊത്തം സ്രോതസ്സുകളും ഊറ്റിയെടുത്തു. ഇവിടുത്തെ ഗവൺമെന്റിന്റെ സപ്പോർട്ടോടുകൂടെയാണ് അവരത് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ കാലക്രമേണ സിറ്റി വീണ്ടും നശിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഒരു കൂട്ടം പേര് ചേർന്ന് ഗവൺമെന്റിനെ എതിർക്കാൻ വേണ്ടി റെസിസ്റ്റൻസ് എന്ന പേരിൽ ഒരു ഗ്യാങ് രൂപീകരിച്ചത്. ഒരു ദിവസം ആകാശത്തിൽ ഒരു ബ്ലാക്ക് ഹോള് പ്രത്യക്ഷപ്പെട്ടു. തൊട്ടു പിന്നാലെ വലിയൊരു വിസ്ഫോടനവും സംഭവിച്ചു. അത് കാരണം സിറ്റി വീണ്ടും പൂർണ്ണമായും നശിച്ചുപോയി. ആ വിസ്ഫോടനത്തിന് ശേഷം എങ്ങനെയോ സിറ്റി മൊത്തം തീവ്രമായ മോൺസ്റ്റേഴ്സ് കൊണ്ട് നിറഞ്ഞു. ദിനോസറുകൾ വരെ ഇപ്പോൾ ഈ സിറ്റിയിലുണ്ട്. ഒരിക്കൽ റെസിസ്റ്റൻസിലുള്ളവര് മിലിറ്ററി ബേസിലുള്ള ടാക്ലി ജനസിസ് മെഷീൻ കണ്ടെത്തി. അവര് കുറെ നാളത്തെ പഠനങ്ങളിലൂടെ ആ മെഷീനെ ശരിയാക്കിയെടുത്തു. അതിനു പുറമെ അത് പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ ബ്രേസ്ലെറ്റും ഗോളവും അവര് റിവേഴ്സ് എഞ്ചിനീയറിംഗിലൂടെ നിർമ്മിച്ചു. ഇതൊക്കെ ഏതാണ്ട് 150 വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവങ്ങളാണ്. അതായത് ഇവർക്കെല്ലാം 150 വയസ്സിൽ കൂടുതൽ പ്രായമുണ്ട്. ഈ ബ്രേസ്ലെറ്റിന് സമീപം ജീവിക്കുന്നവരൊന്നും ഒരിക്കലും വയസ്സാകില്ല. അതുകൊണ്ടാണ് ഇവരൊക്കെ ഇപ്പോഴും ചെറുപ്പക്കാരായിട്ട് ഇരിക്കുന്നത്. ഇതേ കാരണം കൊണ്ട് തന്നെയാണ് ടൈലറിനും കോങ്ങിനും പ്രായമാകാത്തത്. പക്ഷേ നിർഭാഗ്യവശാൽ ഈ മെഷീൻ ഉപയോഗിച്ച് ടൈം ട്രാവൽ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നോ ടെലിപോർട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നോ എത്ര ശ്രമിച്ചിട്ടും ഇവർക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിച്ചില്ല. അതിനാൽ മെഷീൻ ഉപയോഗിച്ച് എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയെന്ന് പറഞ്ഞു തരാൻ റെസിസ്റ്റൻസ് സ്റ്റെല്ലയോട് ആവശ്യപ്പെട്ടത്. ഇവിടെ 2034 നേരത്തെ വെടികൊണ്ടത് ടൈലറിനായിരുന്നു. മരിക്കുന്നതിന് മുന്നേ ടൈലർ എല്ലാ സത്യങ്ങളും കോങ്ങിന് പറഞ്ഞുകൊടുത്തു. സംഭവം ഡോൺഹായിക്ക് സമീപമുള്ള മിലിറ്ററി ബേസിൽ വെച്ചാണ്. അതായത് ഇപ്പോൾ ഇവര് നിൽക്കുന്ന ബേസിൽ വെച്ചാണ് പണ്ട് 1960കളിൽ അമേരിക്കൻസ് ടാക്ലി ജനസിസിന്റെ പരീക്ഷണങ്ങൾ നടത്തിയിരുന്നത്. ഡോൺഹായിലെ ജനങ്ങളെ തന്നെയാണ് അതിനുവേണ്ടി ഉപയോഗിച്ചിരുന്നത്. അങ്ങനെ ഒരിക്കൽ ടൈലറിനെയും അവര് പിടിച്ച് ബേസിൽ കൊണ്ടുവന്നു. ഇവിടെ വെച്ച് ലെവാന എന്നൊരു പെണ്ണിനെ കണ്ടുമുട്ടി. അവൾക്ക് ഇംഗ്ലീഷ് അറിയാമായിരുന്നു. അതിനാൽ ബേസിലെ സയന്റിസ്റ്റുകൾ പറയുന്നതെല്ലാം അവൾക്ക് മനസ്സിലായി. അങ്ങനെ ബ്രേസ്ലെറ്റും ഗോളവും ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് അവൾ പഠിച്ചു. ഒരു ദിവസം ടൈലറിനെയും ലെവാനയെയും വെച്ച് പരീക്ഷണം നടത്താൻ നിന്നപ്പോൾ ടൈലർ ഹാർട്ട് അറ്റാക്ക് വന്നതുപോലെ അഭിനയിച്ചു. ഉടനെ എല്ലാവരും അവനെ പരിശോധിക്കാൻ പോയി. ആ തക്കത്തിൽ ലെവാന ഗോളവും ബ്രേസ്ലെറ്റും കൈക്കലാക്കി. ഉടൻ തന്നെ അവൾ അതിനെ ആക്ടിവേറ്റും ചെയ്തു. അപ്പോൾ അവളും അവൾക്ക് സമീപമുണ്ടായിരുന്ന ടൈലറും പിന്നെ കുറച്ച് സോൾജിയേഴ്സും ഐസ് ഏജ് കാലത്തിലേക്ക് ടൈം ട്രാവൽ ചെയ്തു. അതായത് 20,000 വർഷങ്ങൾക്ക് പിന്നിലോട്ട് പോയി. അവിടെ വെച്ച് ഒരു സോൾജിയർ ലെവാനയെ വെടിവെച്ചു. ടൈലർ പെട്ടെന്ന് അയാളുടെ തോക്ക് പിടിച്ചു വാങ്ങിയിട്ട് അയാളെ കൊന്നുകളഞ്ഞു. ലെവാന വീണ്ടും ടൈം ട്രാവൽ ചെയ്ത് നേരത്തെ കണ്ട പുരാതന മനുഷ്യരുടെ കാലത്തിലേക്ക് പോയി. അവിടെ വെച്ച് ഒരാളെ ഒഴികെ ബാക്കി എല്ലാ സോൾജിയേഴ്സിനെയും ടൈലർ കൊന്നുകളഞ്ഞു. പക്ഷെ അതിനിടയിൽ ഗോളം നിലത്ത് വീണു. അങ്ങനെയാണ് അതിലുള്ള ഒരു റിങ് അവിടെ മിസ്സായി പോയത്. അടുത്ത തവണ അവള് ടൈം ട്രാവൽ ചെയ്തത് 2050ലേക്കാണ്. അവശേഷിച്ച സോൾജിയറും അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ആ സോൾജിയർ ഒരു ബോംബ് ഇട്ടത് കാരണമാണ് ഇവിടെ നേരത്തെ റെസിസ്റ്റൻസ് പറഞ്ഞ വിസ്ഫോടനം ഉണ്ടായത്. ഭാഗ്യത്തിന് ബോംബ് പൊട്ടുന്നതിന് തൊട്ട് മുന്നേ അവള് ടൈലറിനെയും കൊണ്ട് വീണ്ടും ടൈം ട്രാവൽ ചെയ്തു. എന്നാൽ അതിനിടയിൽ രണ്ടാമത്തെ റിങ് ഇവിടെ മിസ്സായി പോയി. രണ്ടുപേരും കൂടെ അവസാനമായിട്ട് ടൈം ട്രാവൽ ചെയ്തത് 1969ലേക്കാണ്. ഡോൺഹായിലെ കാട്ടിലാണ് അവർ വന്ന് ലാൻഡ് ചെയ്തത്. ഗോളത്തിനെ ഉപയോഗിച്ച് ലെവാനയെ സുഖപ്പെടുത്തി. പക്ഷെ ഗോളത്തിന്റെ തീവ്ര ശക്തി കാരണം അവള് രാക്ഷസ ജീവിയായി മാറി. ഇടയ്ക്കിടയ്ക്ക് മനുഷ്യരൂപത്തിലാവുകയും ചെയ്യാറുണ്ട്. ഭാഗ്യത്തിന് ഗോളത്തിന്റെ ശക്തി കാരണം അതിനു ചുറ്റും ഷീൽഡ് ഉണ്ടായി. അതുകൊണ്ട് രാക്ഷസിക്ക് ഒരിക്കലും ആ ഷീൽഡ് വിട്ട് പുറത്തു കടക്കാൻ സാധിച്ചിരുന്നില്ല. ഇവരിവിടെ എത്തിയ കാലത്തിൽ, അതായത് 1969 വിയറ്റ്നാം യുദ്ധം നടക്കുന്ന കാലമായിരുന്നു. യുദ്ധത്തിനിടയിൽ കൊല്ലപ്പെടുന്നവരുടെ ശവശരീരങ്ങളെല്ലാം ഒഴിവാക്കാൻ അതിനെയെല്ലാം അമേരിക്കൻസ് ടാക്ലി ജനസിസ് ഉപയോഗിച്ച് വിജനമായ സ്ഥലങ്ങളിലേക്ക് ടെലിപോർട്ട് ചെയ്ത് കളഞ്ഞിരുന്നു. അങ്ങനെയാണ് നേരത്തെ കാട്ടിൽ ശവശരീരങ്ങൾ വന്ന് വീണത്. അതിലൊരാളായിരുന്നു കോങ്.
ടെയ്ലർ ചെന്ന് പരിശോധിച്ച് നോക്കിയപ്പോൾ കോങ്ങിന്റെ ദേഹത്ത് വെടികൊണ്ടിട്ടുണ്ടായിരുന്നു. ഭാഗ്യത്തിന് അവൻ മരിച്ചിട്ടില്ല. പക്ഷെ അവന്റെ ഓർമ്മകളൊക്കെ നശിച്ചു പോയി. അതിനാൽ സ്വന്തം മകനായിട്ട് ടെയ്ലർ പിന്നെ കോങ്ങിനെ വളർത്തി. അങ്ങനെ ടെയ്ലർ എല്ലാ കാര്യങ്ങളും കോങ്ങിന് പറഞ്ഞുകൊടുത്തു. അടുത്ത് മോർട്ടിന്റെ അമ്മയും ഫിയോണയും കണ്ണു തുറന്നപ്പോൾ ഒരു സ്കൂളിനകത്ത് നിൽക്കുകയായിരുന്നു. ഇവിടെ എങ്ങനെ എത്തിപ്പെട്ടുവെന്നോർത്ത് രണ്ടുപേർക്കും അത്ഭുതം തോന്നി. സ്കൂളിലൂടെ നടക്കുന്നതിനിടയിൽ പെട്ടെന്നൊരു ഭൂമികുലുക്കമുണ്ടായി. നോക്കിയപ്പോൾ പുറത്ത് ഭീകരമായ ഒരു മോൺസ്റ്റർ നിൽക്കുന്നു. സംഭവം ഇവര് രാക്ഷസ ജീവിയെ കൊല്ലുന്നതിന് മുന്നേയുള്ള സന്ദർഭത്തിലേക്ക് ടൈം ട്രാവലായി വന്നിരിക്കുകയാണ്. ഇവിടെ ഭാവിയിൽ ബ്രേസ്ലെറ്റും ഗോളവും ഉപയോഗിക്കേണ്ടതെങ്ങനെയാണെന്ന് സ്റ്റെല്ല റെസിസ്റ്റൻസിന് പറഞ്ഞുകൊടുത്തു. ശേഷം ഒരു വെലോസിറാപ്റ്ററിനെ ഉപയോഗിച്ച് റെസിസ്റ്റൻസിന്റെ ലീഡർ ടൈം ട്രാവലിംഗ് പ്രാക്ടീസ് ചെയ്തു. പക്ഷെ അതിനിടയിൽ അബദ്ധത്തിൽ വെലോസിറാപ്റ്ററിന് ടെലിപോർട്ടിംഗ് ശക്തി കിട്ടി. അങ്ങനെ അത് കൂട്ടിലെന്ന് പുറത്തു വന്ന് എല്ലാവരെയും ആക്രമിക്കാൻ തുടങ്ങി. കുറെ പേരെ അത് കൊന്നുകളഞ്ഞു. സംഭവം റെസിസ്റ്റൻസ് റിവേഴ്സ് എഞ്ചിനീയറിംഗിലൂടെ നിർമ്മിച്ച ഗോളത്തിന് ചെറിയ തകരാറുണ്ടായിരുന്നു. അത് കാരണമാണ് വെലോസിറാപ്റ്ററിന് ടെലിപോർട്ടിംഗ് ശക്തി കിട്ടിയത്. അവസാനം വെലോസിറാപ്റ്റർ സ്റ്റെല്ലയെ ആക്രമിക്കാൻ വന്നതും ഇത്തി പിന്നിലൂടെ ചെന്ന് അതിന്റെ വാലിൽ പിടിച്ചു വലിച്ചു. അപ്പോൾ അത് ഇത്തിയെ ആക്രമിക്കാൻ വേണ്ടി തിരിഞ്ഞതും റെസിസ്റ്റൻസിലെ രണ്ടുപേര് വന്ന് അതിനെ വെടിവെച്ച് കൊന്നുകളഞ്ഞു. ശേഷം റെസിസ്റ്റൻസിന്റെ ലീഡർ സ്റ്റെല്ലയ്ക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞുകൊടുത്തു. സംഭവം ടൈം ട്രാവലിംഗ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒന്നാണ്. എന്തെന്നാൽ ഓരോ തവണ ടൈം ട്രാവൽ ചെയ്യുമ്പോഴും റിയാലിറ്റിയിൽ വ്യത്യാസം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉദാഹരണത്തിന് പുരാതന കാലത്തിൽ ആധുനിക മനുഷ്യൻ ജീവിക്കേണ്ടതല്ല. അതാണ് ശരിക്കുമുള്ള റിയാലിറ്റി. എന്നാൽ ഇവരെ ടൈം ട്രാവൽ ചെയ്ത് പുരാതന കാലത്തിലെത്തിയപ്പോൾ കുറച്ച് മിനിറ്റുകൾ നേരത്തേക്കാണെങ്കിലും ആധുനിക മനുഷ്യൻ പുരാതന കാലത്തിൽ ജീവിച്ചു. അത് കാരണം റിയാലിറ്റിയിൽ തകരാറ് സംഭവിച്ചു. ഇതുപോലെ ഓരോ തവണ ടൈം ട്രാവൽ ചെയ്യുമ്പോഴും റിയാലിറ്റി പതിയെ തകരുകയാണ്. കൂടുതൽ തവണ ടൈം ട്രാവലിംഗ് ചെയ്യുന്നതിനനുസരിച്ച് റിയാലിറ്റി കൂടുതൽ തകരാറിലാകും. അങ്ങനെ റിയാലിറ്റി തകരാൻ തുടങ്ങിയതിന്റെ പാർശ്വഫലമായിട്ടാണ് മെഷീൻ റാൻഡമായ സമയങ്ങളിൽ നിന്നും റാൻഡമായ ജീവികളെ റാൻഡമായ മറ്റ് സമയങ്ങളിലോട്ട് ടെലിപോർട്ട് ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെയാണ് ഡൈനോസേഴ്സ് വരെ ഇവിടെ എത്തിയത്. ഇതേ കാരണം കൊണ്ടാണ് നേരത്തെ മോർഡിന്റെ അമ്മയും ഫിയോണയും സ്കൂളിലേക്ക് ടെലിപോർട്ട് ആയതും. ഇതുപോലെ തീർച്ചയായും വേറെയും പലരും പലയിടങ്ങളിലോട്ടും ടൈം ട്രാവൽ ആയിട്ടുണ്ടാകും. എന്തായാലും ടാക്ലി ജെനസിസ് വളരെ ഡേഞ്ചറസ് ആയ മെഷീനാണ്. നമ്മളെക്കാൾ ഒരുപാട് പുരോഗമിച്ച 7 ഡയമെൻഷൻസ് വരെ കാണാൻ കഴിയുന്ന ഏലിയൻസ് ആണ് യഥാർത്ഥത്തിൽ ഈ മെഷീൻ നിർമ്മിച്ചത്. പക്ഷേ ഒരുപാട് തവണ ടൈം ട്രാവൽ ചെയ്തത് കാരണം എന്താണ് ശരിക്കുമുള്ള റിയാലിറ്റി എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിൽ അവരുടെ റിയാലിറ്റി പൂർണ്ണമായും തകർന്നു. അനന്തരഫലമായിട്ട് അവസാനം അവരുടെ ഗ്രഹം മൊത്തത്തിൽ നശിച്ചുപോയി. ഇതേപോലെ ഇനി നമ്മുടെ ഗ്രഹവും നശിക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം ടൈം ട്രാവൽ ചെയ്ത സന്ദർഭത്തിലേക്ക് തിരികെ ചെന്നിട്ട് ടാക്ലി മെഷീനെ റീസെറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഇതുവരെ ടൈം ട്രാവൽ ചെയ്തത് മൊത്തം ഇല്ലാതെയാകും. അതായത് സ്റ്റെല്ലയും കൂട്ടരും കാരണം റിയാലിറ്റിയിൽ സംഭവിച്ച മാറ്റങ്ങളൊക്കെ ശരിയാകും. പിന്നെ ഒരിക്കലും ആരും ഇത് ഉപയോഗിച്ച് ടൈം ട്രാവൽ ചെയ്യാനും പാടില്ല. അങ്ങനെ എല്ലാ കാര്യങ്ങളും റെസിസ്റ്റൻസ് പറഞ്ഞുകൊടുത്തു. ശേഷം സ്റ്റെല്ല മോർഡിനെയും ഇത്തിയെയും കൊണ്ട് തിരിച്ചു പോകാൻ നിന്നു. ഈ നശിച്ച സിറ്റിയിൽ നിൽക്കാതെ നിങ്ങളും കൂടെ നമുക്കൊപ്പം വരാൻ സ്റ്റെല്ല റെസിസ്റ്റൻസിനോട് പറഞ്ഞു. പക്ഷേ റെസിസ്റ്റൻസിലെ ഭൂരിപക്ഷം പേരെയും നേരത്തെ വെലോസിറാപ്റ്റർ കൊന്നുകളഞ്ഞു. അതുകൊണ്ട് ഇനി നമ്മൾ വരുന്നില്ലെന്നും ഇവിടെ തന്നെ നിന്ന് ഗവൺമെന്റിനെതിരെ പൊരുതി സിറ്റിയെ രക്ഷിക്കാൻ ശ്രമിക്കാനാണ് തീരുമാനമെന്നും റെസിസ്റ്റൻസിന്റെ ലീഡർ പറഞ്ഞു. അതുപോലെ ഞാനും ഇവരുടെ സഹായത്തിന് വേണ്ടി ഇവിടെ തന്നെ നിൽക്കാൻ തീരുമാനിച്ചിരിക്കുകയാണെന്ന് ഇത്തിയും പറഞ്ഞു. അങ്ങനെ സ്റ്റെല്ല മോർഡിനെയും കൊണ്ട് തിരിച്ച് 2034 ബേസിൽ പോയി. അവിടെ കോങ് മാത്രം ഒറ്റയ്ക്കിരിക്കുന്നത് കണ്ടു. കോങ് നൈസായിട്ട് സ്റ്റെല്ലയുടെ പക്കൽ നിന്നും ബ്രേസ്ലെറ്റും ഗോളവും അടിച്ചു മാറ്റി. എന്നിട്ട് അത് വെച്ച് 1970 അവന്റെ സ്കൂളിലേക്ക് പോയി. അബദ്ധത്തിൽ സ്റ്റെല്ലയെയും മോർഡിനെയും കൊണ്ടാണ് പോയത്. ഈ ദിവസം പണ്ട് യുദ്ധത്തിനിടയിൽ കുറെ സോൾജിയേഴ്സ് വന്ന് സ്കൂളിലുണ്ടായിരുന്ന എല്ലാവരെയും കൊന്നുകളഞ്ഞു. അതിനിടയിലാണ് കോങ്ങിനും വെടികൊണ്ടത്. തന്റെ ഫ്രണ്ട്സിനെയൊക്കെ രക്ഷിക്കണമെന്ന് കരുതിയിട്ടാണ് അവൻ ഇപ്പോ ഇങ്ങോട്ട് ടൈം ട്രാവൽ ചെയ്ത് വന്നത്. സോൾജിയേഴ്സ് വെടിവെപ്പ് തുടങ്ങിയതും അവൻ ഓടിച്ചെന്ന് അവന്റെ ഫ്രണ്ട്സിനെയൊക്കെ കൊണ്ട് ഒരിടത്ത് ഒളിച്ചിരുന്നു. പക്ഷെ എന്നിട്ടും സോൾജിയേഴ്സ് അവരെ കണ്ടെത്തി. ഇനി രക്ഷയില്ലെന്ന് തോന്നിയതും കോങ് വീണ്ടും വെടിവെപ്പ് തുടങ്ങുന്നതിന് മുന്നേയുള്ള സമയത്തിലേക്ക് ടൈം ട്രാവൽ ചെയ്തു. ഇങ്ങനെ ചെയ്യുന്നത് ഭയങ്കര ഡേഞ്ചറസ് ആണെന്ന് സ്റ്റെല്ല പറഞ്ഞു കൊടുക്കാൻ നോക്കി. എന്നാൽ അതൊന്നും അവൻ വകവെച്ചില്ല. അങ്ങനെ വീണ്ടും ചെന്ന് ഫ്രണ്ട്സിനെ രക്ഷിക്കാൻ നോക്കി. പക്ഷെ അതിനിടയിൽ റിയാലിറ്റിയിൽ സംഭവിച്ച തകരാറുകൾ കാരണം ഇപ്പോഴത്തെയും ഭാവിയിലെയും റിയാലിറ്റികൾ തമ്മിൽ കൂട്ടിയിടിക്കാൻ തുടങ്ങി. ഭാവിയിൽ ഇത്തിയും റെസിസ്റ്റൻസും ഗവൺമെന്റുമായിട്ട് ഫൈറ്റിംഗ് ചെയ്യുകയായിരുന്നു. ഗവൺമെന്റ് കുറെ എയർക്രാഫ്റ്റുകളും കൊണ്ടാണ് റെസിസ്റ്റൻസിനെ ആക്രമിക്കാൻ വന്നത്. അതിലൊരു എയർക്രാഫ്റ്റിനെ ഇത്തി മിസൈൽ അയച്ച് വെടിവെച്ച് വീഴ്ത്താൻ നോക്കി.
പക്ഷേ മിസൈൽ കൊണ്ടതും ആ എയർക്രാഫ്റ്റ് പാസ്റ്റിലേക്ക് ടൈം ട്രാവലായി. അത് സ്കൂളിൽ വെടിവെപ്പ് നടന്ന സമയത്തിലേക്കാണ് ടൈം ട്രാവലായത്. അതേസമയം പാസ്റ്റിൽ നിന്നൊരു സ്റ്റുഡന്റ് ഭാവിയിലേക്ക് ടൈം ട്രാവൽ ആവുകയും ചെയ്തു. എയർക്രാഫ്റ്റ് ആണെങ്കിൽ സ്കൂളിന് മുകളിൽ വെച്ച് പൊട്ടിത്തെറിച്ചു. അതിന്റെ ആഘാതത്തിൽ ഭൂരിപക്ഷം സ്റ്റുഡൻസും സോൾജിയേഴ്സും കൊല്ലപ്പെട്ടു. അവസാനം ഒരേ ഒരു ഫ്രണ്ടിനെ മാത്രമേ കോങ്ങിനെ രക്ഷിക്കാൻ സാധിച്ചുള്ളൂ. അവനെയെങ്കിലും കൊണ്ട് രക്ഷപ്പെടാമെന്ന് കരുതിയപ്പോൾ വീണ്ടും കുറെ സോൾജിയേഴ്സ് എത്തി. അപ്പോ എങ്ങനെ നോക്കിയാലും ഫ്രണ്ട്സിനെ രക്ഷിക്കാൻ പറ്റില്ലെന്ന് കോങ്ങിന് മനസ്സിലായി. അതുകൊണ്ട് നീ മോർഡിനെയും കൊണ്ട് പോയിക്കോ, ഞാൻ ഇവിടെ തന്നെ നിൽക്കാൻ തീരുമാനിച്ചുവെന്ന് കോങ് സ്റ്റെല്ലയോട് പറഞ്ഞു. അങ്ങനെ സ്റ്റെല്ല മോർഡിനെയും കൊണ്ട് ടൈം ട്രാവൽ ചെയ്തു. നേരെ ഫിയോണയുടെ പക്കലാണ് വന്നത്. ഫിയോണയും മോർഡിന്റെ അമ്മയും ടൈം ട്രാവൽ ആയതുപോലെ കുറെ സോംബികളും ഇവിടെ എത്തിയിട്ടുണ്ട്. അവര് രണ്ടുപേരും കൂടെ സോംബികളുമായിട്ട് ഫൈറ്റ് ചെയ്യുകയായിരുന്നു. ഇടയ്ക്ക് സോംബികൾ മോർഡിന്റെ അമ്മയെ കടിച്ചു. അപ്പോഴാണ് അവിടെ സ്റ്റെല്ലയും മോർഡിനും എത്തിയത്. നേരത്തെ നടന്ന വെടിവെപ്പിൽ സ്റ്റെല്ലയ്ക്കും ഒരു വെടി കിട്ടിയിരിക്കുന്നു. അമ്മയെ കണ്ടതും ഫിയോണ ഓടി വന്നു. പക്ഷെ അപ്പോഴേക്കും മോർഡിന്റെ അമ്മ ഒരു സോംബിയായി മാറിയിരുന്നു. അതിനാൽ വേറെ നിവർത്തിയില്ലാതെ സ്റ്റെല്ല പെട്ടെന്ന് ഫിയോണയെയും മോർഡിനെയും കൊണ്ട് ടൈം ട്രാവൽ ചെയ്തു. തിരിച്ച് ബേസിൽ 2024 വന്നത്. മുറിവ് കാരണം സ്റ്റെല്ലയ്ക്ക് എഴുന്നേൽക്കാൻ പോലും പറ്റുന്നില്ല. അതിനാൽ ബ്രേസ്ലെറ്റും ഗോളവും ഫിയോണയുടെ കയ്യിൽ കൊടുത്തിട്ട് മെഷീൻ റീസെറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോഴാണ് അവിടെ മോൺസ്റ്റർ വന്നത്. മോർഡിനും സ്റ്റെല്ലയും കൂടെ മോൺസ്റ്ററിനെ എതിർക്കുന്നതിനിടയിൽ ഫിയോണ ചെന്ന് ബ്രേസ്ലെറ്റ് ഉപയോഗിച്ച് ടോമിനെ കോൺടാക്ട് ചെയ്തു. മെഷീൻ എങ്ങനെ റീസെറ്റ് ചെയ്യണമെന്ന് ടോം അവൾക്ക് പറഞ്ഞു കൊടുത്തു. അങ്ങനെ മെഷീൻ റീസെറ്റ് ആക്കിയതും പെട്ടെന്ന് ഗോളം തിളങ്ങാൻ തുടങ്ങി. മോൺസ്റ്റർ ആണെങ്കിൽ അപ്രത്യക്ഷമായി. സെക്കൻഡുകൾക്കുള്ളിൽ ഭൂമി മൊത്തം ഒരു വെള്ളപ്രകാശം കൊണ്ട് നിറഞ്ഞു. ആ പ്രകാശത്തിന്റെ തീവ്രതയിൽ സ്റ്റെല്ലയുടെ കണ്ണ് മങ്ങിപ്പോയി. പിന്നെ അവള് കണ്ണു തുറന്നപ്പോൾ ആലീസിന്റെ വീട്ടിലായിരുന്നു. മോർഡിനും ഫിയോണയും കൂടെയുണ്ട്. സമയം മൊത്തത്തിൽ റീസെറ്റ് ആയിരിക്കുകയാണ്. പക്ഷേ നിർഭാഗ്യവശാൽ മരിച്ചവരൊന്നും തിരികെ വന്നിട്ടില്ല. അതുപോലെ ടൈം ട്രാവൽ ആയവരും തിരികെ വന്നിട്ടില്ല. കുറെ മാസങ്ങൾക്ക് ശേഷമുള്ള രംഗമാണ് അടുത്തു കാണിക്കുന്നത്. ഇപ്പോൾ ആലീസിന്റെ അസുഖം ഭേദമായിട്ടുണ്ട്. മോർഡിനെ സ്വന്തം മകനായിട്ട് സ്റ്റെല്ല വളർത്തുകയാണ്. 4 പേരും കൂടെ ഡോൺഹായ് പട്ടണത്തിൽ ആലീസിന്റെ വീട്ടിലാണ് ജീവിക്കുന്നത്. ബ്രേസ്ലെറ്റും ഗോളവും ഇപ്പോഴും സ്റ്റെല്ലയുടെ പക്കലുണ്ട്. ഒരു ദിവസം വീട്ടിൽ വന്ന ശേഷം സ്റ്റെല്ല അതെടുത്ത് കയ്യിൽ വെച്ചിട്ട് ഇത്തിയെയും ടോമിനെയും തിരികെ കൊണ്ടുവരുന്നതിനെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. അതായത് ടൈം ട്രാവൽ ചെയ്ത് പണ്ട് ഏലിയൻസിന്റെ ഗ്രഹം നശിച്ചതുപോലെ ഇനി ഇവള് കാരണം ഭൂമിയും നശിക്കാൻ പോകുന്നുവെന്നർത്ഥം. അങ്ങനെ ആ രംഗത്തോടെ സിനിമ അവസാനിക്കുകയാണ്.